മാങ്ങയുടെ ഇതാണോ ചെറി ടൊമാറ്റോ? വിഷ്ണുവിന്റെ ദേശീയ ഭക്ഷണം മിക്സ് അല്ലേ ഇത്? ഇത് വാങ്ങോ? $75. Good morning guys, welcome back to my YouTube channel. സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. സ്നോ ആണ്. -15 ഇന്ന് രാവിലെ ഇവിടെ. അപ്പം ഇന്ന് ആക്ച്വലി ഒരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഒരു ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ടായില്ല, 100 ഐസ് ചാലഞ്ച്. അപ്പോൾ ഇന്നത് 6th ഡേ ആണ്. നാളെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഒരു വീക്കിൻ്റെ ട്രയലായിരുന്നു ഞാൻ ചെയ്തത്. എനിക്ക് പറ്റുമോ, എനിക്ക് റൈസ് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നെക്സ്റ്റ് ഞാനൊരു വേറൊരു ചാലഞ്ചുമായിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പം അതിനു വേണ്ടിയുള്ള കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ്, അതാണ് ഇന്നത്തെ വീഡിയോ മെയിൻലി. പിന്നെ ഇന്ന് തിങ്കളാഴ്ച ജസ്റ്റ് ഒന്ന് അമ്പലത്തിലും പോകണം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഫസ്റ്റ് കുളിച്ചിട്ട് ഞാനുണ്ടല്ലോ ആദ്യമായിട്ടാണ് പബ്ലിക് സ്പേസിൽ ഇത്ര നേരം ക്യാമറ നോക്കി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും അറിയാം. പക്ഷെ എന്നാലും ഇങ്ങനെയല്ലേ നമ്മൾ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നത്. ഇവിടെ കാൽഗരിയിൽ 2 ദിവസമായിട്ട് ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനൊക്കെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായി. പിന്നെ ഇങ്ങനെ മടിയൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പോഴേ നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് ഉഷാറായിട്ട് വരാം. ഞാൻ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവനോട് ഡെയിലി മോയ്സ്ചറൈസിങ് ലോഷൻ നല്ല സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര കുറച്ചൊരു എഫക്റ്റീവ്, എൻ്റെ സ്കിന്നൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയ മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. ഇതെന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഈ മോയ്സ്ചറൈസർ. ഈ വീക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് 100 ഐസ് ഡയറ്റിന് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട്. റൈസ് മാത്രമല്ല, ഞാൻ ഷുഗർ ഇൻടേക്കും കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായി. ഇനീഷ്യലി നല്ല ബുദ്ധിമുട്ടുണ്ടായി, പക്ഷേ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ബോഡി കുറച്ചും കൂടി ഒരു അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായി. ഞാൻ അത്യാവശ്യം നല്ലൊരു ഹെവി വെയിറ്റ് ഉള്ള ആൾ തന്നെയാണ്. സോ എൻ്റെ ഈ ഒരു വർഷത്തെ മെയിൻ ഫോക്കസ് ആയിരിക്കുന്നത് വെയിറ്റ് ലോസ് ആയിരിക്കും. എൻ്റെ ഈ ഒരു ബാഡ് ഈറ്റിംഗ് ഹാബിറ്റും പിന്നെ എൻ്റെ ഒരു സ്ലീപ്പിംഗ് റൂട്ടീൻസ് ഒക്കെ കാരണമാണ് മെയിൻലി ഞാൻ ഇത്രയും വെയിറ്റ് വെക്കാനുള്ള കാരണം. അപ്പൊ ഈ വർഷം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു ബെറ്റർ പേഴ്സൺ ആവാനാണ് ഞാൻ നോക്കുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡയറ്റ് പ്ലാൻ. ഇത് ഞാൻ എന്തായാലും കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ജേർണിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെസിപ്പീസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റിന്റെ കൂടെ തന്നെ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ്. ഞാൻ വെഡ്നസ്ഡേ അതായത് 7th ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെയിലി ഞാനൊരു ഷോർട്ട് വീഡിയോയും വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഒരു 2 ലോങ് വീഡിയോസ് ആണ് ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പം എന്നാൽ ലിസ്റ്റൊക്കെ റെഡിയാണ്, പോയി സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിയിട്ട് വരാം. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. കവറുണ്ട് കയ്യിൽ. മുടിയാണെങ്കിൽ അടിപൊളിയായി കുളിച്ച് നനഞ്ഞ മുടിയാണെങ്കിലുണ്ടല്ലോ തണുപ്പ് തെറിക്കഴിഞ്ഞ അപ്പം ഇതാ വിഷ്ണു വേസ്റ്റ് ഇടാൻ പോയിട്ടുണ്ട്. വേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് പോവാം. 2 ദിവസമായിട്ട് ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ചില ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണാറില്ല, ഇങ്ങനെ ഫുള്ള് മരങ്ങളൊക്കെ ഇങ്ങനെ സ്നോയിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കുക.
അതുപോലെയായിരുന്നു എൻറ്റയർ കാൽഗറി ഉണ്ടായത്. ഞാൻ ആൾമോസ്റ്റ് കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 2 years കഴിഞ്ഞു. ഇതെൻ്റെ 3rd province ആണ്. ബട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാനിങ്ങനെ സ്നോയിലൊരു സിറ്റി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റി നാച്ചുറൽ ഫുഡിലാണ്. അവിടെ വന്നിട്ട് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ആംല ജ്യൂസ് കിട്ടുമോ നോക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഉണ്ടോ ഇതെന്നാ അങ്ങനെ അവിടെ ഇല്ല. നമുക്ക് നോക്കാം എവിടെയും കിട്ടുമെന്നുള്ളത്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി തുടങ്ങാം ഷോപ്പിംഗ്. ഈ ആംല ജ്യൂസ് ഉണ്ടല്ലോ, അതായത് നെല്ലിക്കയുടെ ജ്യൂസ്, ആക്ച്വലി നല്ലൊരു സംഭവം. ഞാനൊരു 1 week സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഡൈജസ്റ്റീവിനൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. കപ്പലണ്ടി എവിടെ? കുറച്ചെടുത്തു. बेस्ट प्रोसेस शेर ने कनाडा विच बनाया सब तो वधिया मल्टीग्रेन आटा जो गुल्लक तो पक्का तक है बहुत ही सौखा जो देवे टेस्टी सॉफ्ट. ഫ്രൂട്ടിക്കാണ് ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. എല്ലാ സ്ഥലത്തൊന്നുമില്ല, ഇവിടെ ഇന്ത്യൻ്റെ കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള സ്ഥലത്താണ് ഫ്രൂട്ടിക്കാൻ അധികം നമുക്ക് കാണാൻ പറ്റും. എന്തായാലും വന്ന സാധനം എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഷോപ്പിംഗ് കോസ്കോ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം കുറച്ച് ബൾക്കായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കോസ്കോയിൽ വെച്ചിട്ടാണ് ബാക്കി ഷോപ്പിംഗ്. എന്താ വിഷയം എടുത്തത് കാണിക്കേ? ടേസ്റ്റി നട്ട്സ് $4 $5 per pound. ഞാനൊരു സാധനം കാണിച്ചിട്ട് മാറുന്നു. നാരങ്ങ മിഠായി ഗൈസ്. മാങ്ങയുടെ പുളിയല്ലേ അത്? കാണിക്കേ. ആം പാപ്പട് എന്ന് വെച്ചാ ഇത് ട്രെയിനിൽ കിട്ടില്ല. ജെല്ലി അല്ല. എടുക്കണം. ഒറ്റൊന്നും എടുക്ക. ഇത് നിങ്ങളുടെ ഇതല്ലേ സാബുന? അങ്ങനെ ഫ്രഷ് കോള് കഴിഞ്ഞു. അടുത്ത നമുക്ക് കോസ്കോ അല്ലേ ഇഷ്ടം? അടുത്ത കോസ്കോ. ഈ കോസ്കോയിൽ എത്തിയിട്ടുണ്ട്. വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്കിംഗ് കിട്ടുന്നത്. കോസ്കോയിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അധികം സ്റ്റാഫ്സ് ഒക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെക്കും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല എൻട്രി ഇഷ്ടം. ഇവിടെ വന്നത് നോക്കുന്നു. കർണാടകയുടെ ഇതാണ് കോസ്കോ. കോസ്കോയിൽ ആക്ച്വലി നമ്മൾ മന്ത്ലി വൺസേ വരാറുള്ളൂ. കാരണം ഇവിടെ ബൾക്കായിട്ടാണ് അധികം ആൾക്കാർ സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ ഇറങ്ങാറുള്ളൂ. വിഷ്ണുവിന്റെ ദേശീയ ഭക്ഷണമായ ചിക്കൻ അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകാം. ഇതൊക്കെ ചിക്കനാ? ആ 24 ഇതെടുത്ത്. അത് 24 ഇത് മതി. നെക്ക് കഴിച്ചു മതി. അടുത്ത് ഭയങ്കര വെയിറ്റ്. എത്ര കിലോ ഉണ്ട്?
3.5 കിലോ ഉണ്ട് ഓൾമോസ്റ്റ്. ആ This is pork. Oh, Yeah. thank you. Black Forest smoked ham. Oh, $15.99. It's a 2-pack right up there. great. And fresh mozzarella cheese from Kirkland. Thank you. കോസ്കോയിൽ വന്നാൽ ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഇവിടെ എല്ലാ അയലിന്റെ സൈഡിലും ന്യൂ പ്രോഡക്റ്റിന്റെ ടേസ്റ്റിംഗ് ഉണ്ടാവും. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കുറച്ച് കുശാലായിരിക്കും. ഏതൊക്കെ ഡ്രിങ്ക്സാ വേണ്ടത്? ഏതൊക്കെ ഡ്രിങ്ക്സാ വേണ്ടത്? നോക്കട്ടെ. മറ്റേ ചെറി ടൊമാറ്റോ എടുക്കണേ. കാണിക്കേ എന്താ ഇത് ഫ്രീസറിൽ വെക്കുന്നത്. ഓക്കെ. കിട്ടിയോ? കോൺ ഉണ്ടോ നോക്ക്. കോൺ ഉണ്ടാവില്ല അല്ലേ? ആ റൊമേൻ അന്ന് വെച്ചാ ഇത് ബേസിക്കലി വ്യത്യാസം ടൈപ്പ് തന്നെയാണ്. ചെറി ടൊമാറ്റോ. ഞാൻ ആക്ച്വലി ഇവിടുന്ന് എന്തൊക്കെയാ വാങ്ങിയെന്ന് വെച്ചാൽ ബേബി സ്പിനാച്ച് എടുത്തു. ബേബി സ്പിനാച്ച് എനിക്ക് സാലഡ്സിൽ മാത്രമല്ല മോർണിംഗിൽ എൻ്റെ ഒരു സ്മൂതിയിൽ സ്പിനാച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ എടുത്തത് നമ്മൾ സ്പ്രിംഗ് മിക്സ് ആണ്. സ്പ്രിംഗ് എടുക്കാൻ മെയിൻലി റീസൺ സാലഡ്സിന് വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി ഒരു ഹെവി ആയിരിക്കും, കുറെ ലീവ്സ് ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്ലൂബെറീസും പിന്നെ നമ്മൾ എടുത്തത് സ്ട്രോബെറി ഓപ്ഷനുമാണ്. നമ്മൾ എന്ന് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ തീരുമാനിച്ചോ അന്ന് തൊട്ടിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഒക്കെ നമ്മളൊന്ന് റീവർക്ക് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഈറ്റിംഗ് ഹെൽത്തി ഈസ് വെരി എക്സ്പെൻസീവ്. എക്സ്ട്രാ ആഡ് ചെയ്യാം. എനിക്ക് ലീവ്സ് ഒക്കെ കിട്ടി. ഇനി ചെറിയ ടൊമാറ്റോ നോക്കട്ടെ. ഇഷ്ടത്തില്ല. ഇതാണോ ചെറിയ ടൊമാറ്റോ? ഗ്രേപ്പ് ടൊമാറ്റോ. ഗ്രേപ്പ് ടൊമാറ്റോ അല്ലേ? പൊക്കിക്കാം. രാവിലത്തെ സ്മൂത്തിയുടെ ഫ്രൂട്ടായി. ഓണിയൻ എടുത്തു, ലീവ്സ് എടുത്തു, ബനാന, എന്താ യോഗട്ട് ഇല്ലേ? ഓ നോ, ഇതൊക്കെ പാലാണ് പറയുന്നത്. എഗ് എടുക്കണം വിഷ്ണു, എഗ് എടുക്കണം. എഗ് വൈറ്റ് ഉണ്ട് ഇവിടെ. എത്രയാ? ഇവിടെ $10 30 മുട്ടയ്ക്ക്. അവിടെ I call work experience. Can you tell? ഓ യാ, ഇവിടെ ഉണ്ടാവോ? ബട്ടർ, ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. സോർ ക്രീം ഉണ്ട്, ബട്ടർ ഉണ്ട്, യോഗട്ട് ഉണ്ടോ? Awesome. ഇതൊക്കെ ദഹിയല്ലേ? ഗ്രീക്ക് യോഗട്ട്, കറക്റ്റ്. നമ്മൾ 7 days കഴിഞ്ഞല്ലോ ഇപ്പോഴത്തെ ഫസ്റ്റ് ചാലഞ്ച്. നാളത്തിൻ്റെ കൂടെ 7 days കഴിയും. അപ്പം നെക്സ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 75 daysൻ്റെ ഒരു ചാലഞ്ചാണ്. അപ്പം അത് മതിയാവും. അപ്പം $75 ആണ്. 75 daysൻ്റെ ചാലഞ്ചാണ്. ഞാൻ നോ റൈസ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ്. ഇവിടെ എന്നെ സംസാരിക്കാൻ വിടുന്നു. മലയാളത്തിൽ ചൊല്ലുണ്ട്. യു ആർ ഓൺ റെക്കോർഡ്.
75 ഡേയ്സിൻ്റെ ചാലഞ്ചാണ്. അപ്പോൾ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റും കൂടി ആഡ് ചെയ്യാനിതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് കോസ്കോന്ന് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് സൂപ്പർ സ്റ്റോറിലോട്ടാണ്. യോഗട്ട് മാത്രം കിട്ടിയില്ല. കിട്ടിയത് ആക്ച്വലി ചെറുതായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളതുകൊണ്ട് അത് മതിയാവില്ല. അല്ലേ വിഷു? നമ്മൾ വലുതെടുക്കാം. സൂപ്പർ സ്റ്റോർ ഇവിടെ എവിടെ? അയ്യോ, അത് പറയാൻ മറന്നു. നമ്മുടെ ഈ ഡയറ്റിന് വിഷ്ണു കൂടി ഉണ്ട് കേട്ടോ. വിഷ്ണുവിന് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമേ വേണ്ടൂ. ചെറിയ ദിവസം വീട്ടിൽ നിന്ന് കഴിക്കും ഡിന്നർ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിന് കൊണ്ടുവരും. നമ്മൾ സെൽഫ് ചെക്കൗട്ടാണോ ഇന്ന്? അല്ല, ക്യൂല് വെക്കോ? ഭയങ്കര ബെനിഫിറ്റ്സ്. ഞാനെന്താ വിചാരിച്ചെന്നറിയോ, അവരിപ്പോൾ എല്ലാം സ്കാൻ ചെയ്തിട്ട് അവരുടെ കയ്യിൽ കണ്ടിട്ടില്ലേ, അത് വെച്ചിട്ട് ബില്ല് വരുമെന്ന് വിചാരിച്ചു. ഇവിടെ കോസ്കോറുണ്ടല്ലോ, നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ഒരു എംപ്ലോയി വന്നിട്ട് എല്ലാം സ്കാൻ ചെയ്യും. നമ്മൾ ഏത് കൗണ്ടർ, ക്യാഷ് കൗണ്ടറിലാണോ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളെ ബില്ല് ഡയറക്റ്റ്ലി പോവും. അത് എനിക്കറിയില്ല, ഞാൻ കുറേ കാലത്തിന് ശേഷം കോസ്കോയിൽ വന്നത്. അത് അടിപൊളി. സോ നമ്മൾ ഒരുപാട് നേരം ബില്ലിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കോസ്കോയിലെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇനി വീട്ടിൽ പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഇതൊന്ന് അടക്കി ഒതുക്കി എൻ്റെ ലഞ്ചിൻ്റെ പരിപാടി നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒരു പഴം മാത്രം കഴിച്ചു. അപ്പം ലഞ്ചിൻ്റെ ഇനി നോക്കാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു വീട്ടിലോട്ട് പോവാണ്. എനിക്കറിയാം ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ക്യാമറ അതോ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ പറയുന്നത് ഒക്കെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും ഞാനിതൊക്കെ പഠിച്ച് നല്ല പ്രോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. താങ്ക് യു സോ മച്ച്. ബൈ.